കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളിൽ ഒന്ന് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. GCE കണ്ണൂരിന്റെ വിശേഷങ്ങളും അവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീപ് നാവിഗേറ്റർ ബൈ എം സിഗ്മ ഗോകുലം. ലെറ്റ്സ് ഗോ. ഇവിടെ മെയിൻ ആയിട്ട് 5 ബ്രാഞ്ചസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സിവിൽ, മെക്കാനിക്കൽ. ഇലക്ട്രോണിക്സ് 150, ബാക്കി എല്ലാ ബ്രാഞ്ചസും 75. എല്ലാവരും നല്ല ഫ്രണ്ട്ലി സപ്പോർട്ടീവ് ആണ്. നമുക്ക് ഇന്റർവെല്ലിൽ സമയത്തൊക്കെ നമുക്ക് പോയി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. കോളേജിലെ പ്ലേസ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഒരു ഓവറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആരും പ്ലേസ്മെൻറ്റ്സിന് അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പോൾ എല്ലാവരും ഒരുപാട് ക്ലബ്സ് ഉണ്ട്, IEEE പോലുള്ള ക്ലബ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി സ്റ്റുഡൻസും സ്റ്റാർട്ടപ്പുകൾക്ക് വെയിറ്റേജ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവരുടെ ഫ്രണ്ട് ഗ്രൂപ്പായിട്ട് മേ ബി നമ്മുടെ മേജർ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ സ്റ്റാർട്ടപ്പുകൾക്ക് ആണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ അലുമിനീസും ഇതുപോലെ സ്റ്റാർട്ടപ്പ് ഓൾറെഡി കമ്പനീസ് തുടങ്ങിയവർ ഉണ്ട്. അപ്പോൾ അവരുടെ കമ്പനീസിലോട്ട് ജോയിൻ ചെയ്യൽ അതുപോലത്തെ ഒരു രീതിയാണ് പോകുന്നത്. പിന്നെ ഹയർ സ്റ്റഡീസിനാണ് കൂടുതൽ, ഇപ്പോൾ എംടെക്കിന് പോകുന്നവരാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ TCS പോലത്തെ കമ്പനീസാണ് പൊതുവെ പ്ലേസ്മെൻറ്റിന് ഇവിടെ വരുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്, അവർ തന്നെ ഒരുപാട് കരിയർ ഗൈഡൻസ് ആയിട്ട് ക്ലാസ്സസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലബ്ബുകളുള്ളത് കൊണ്ട് തന്നെ ക്ലബിൻ്റെ ബേസിലും അല്ലാതെ തന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റ് സെല്ലും എന്ത് ചെയ്യുന്നുണ്ട്, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേസ്മെൻറ്റ് പറയുകയാണെങ്കിൽ അങ്ങനെ ഉള്ളൂ, ഉണ്ട്, കമ്പനീസ് വരുന്നുണ്ട്, പക്ഷേ സ്റ്റുഡൻസ് അങ്ങനെ വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അത്രയും ഇൻട്രസ്റ്റോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർ വരുന്ന കമ്പനീസിന് നല്ലൊരു പാക്കേജിൽ തന്നെ പ്ലേസ് ആവുന്നുണ്ട്. അടുത്ത ആർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല കൾച്ചറൽ സൈഡ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോളേജാണ്. പിന്നെ അതേപോലെ ഫാക്കൽറ്റീസ് ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ 3 ദിവസം പ്രോഗ്രാമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മെലാഞ്ചി എന്ന് പറയുന്നത്. അതേപോലെ ഓഫ് സ്റ്റേജ് ആയാലും ഓൺ സ്റ്റേജ് പ്രോഗ്രാം ആയാലും രണ്ടും നടന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അല്ല, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് മെലാഞ്ചി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞു. എക്സ്പ്ലോർ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരു എക്സ്പ്ലോറിനിട്ട് ഒരു അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു 1 വീക്ക് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. ആൻഡ് നാഷണൽ ലെവൽ ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലുള്ള മറ്റുള്ള എങ്ങോളം കോളേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് ആയാലും എല്ലാം ഫാക്കൽറ്റീസിൻ്റെയും പ്രൊഫസേഴ്സിൻ്റെ എല്ലാവരുടെയും പെർമിഷൻ കൂടി ആയിട്ട് നടത്തുന്നൊരു അടിപൊളി പ്രോഗ്രാമാണ്. സ്പോർട്സ് ആണെങ്കിൽ 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. എല്ലാ ഇയറും സ്പോർട്സ് ഉണ്ടാവും. എല്ലാ ഐറ്റംസും ഇവിടെ നടക്കുന്നുണ്ട്. ഫാക്കൽറ്റീസിൻ്റെതും ഐറ്റംസ് നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മൾ പോകുന്നുണ്ട്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് KTU പോയിന്റ്സിന് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഫുട്ബോൾ ടീം നല്ലതാണ്, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും 2 ടീമും. അതുപോലെ വോളിബോൾ, ഖോഖോ, എല്ലാ സ്പോർട്സും ഇവിടെ. പ്രാക്ടീസ് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈവനിങ്ങും എല്ലാം നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. കോളേജിനടുത്ത് നമുക്ക് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അതിനടുത്ത് തന്നെ ജിമ്മുണ്ട്, ഫ്രീ ആണ് എല്ലാവർക്കും. ഏത് സമയം വേണം, 9:30 വരെ രാത്രി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ കളിക്കാനുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതെ, കോർട്സ് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇവിടെ നല്ല കാമായിട്ടുള്ള നല്ലൊരു പീസ് കിട്ടണ ഒരു ക്യാമ്പസാണ്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. പിന്നെ അതുപോലെ തന്നെ വലിയൊരു ലൈബ്രറി ഉണ്ട് ഇവിടെ. നമുക്ക് ഫ്രീ ടൈമിൽ പോയിട്ട് അവിടെ നിന്ന് ബുക്സ് എടുക്കുക. അതുപോലെ തന്നെ സൈലന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. അങ്ങനെ ക്യാൻറ്റീനിൽ ഫുഡൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്.
പിന്നെ അതേപോലെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോറും ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഹോസ്റ്റലേഴ്സ് അല്ലേ? ഹോസ്റ്റൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് റഷാണോ? അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ ഇതൊന്നും പറയാമോ? അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസ്റ്റൻസും ഇൻകമും ബേസ് ചെയ്തിട്ടാണ് മെയിൻലി. പിന്നെ അത് അവരൊരു ലിസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് അങ്ങനെയാണ് ജോയിനിങ് പ്രൊസീജിയർ. പിന്നെ ഹോസ്റ്റൽ പറയുന്നത് ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ ടൈമിംഗ് 9:30 വരെയാണ്. പിന്നെ ഹോസ്റ്റലിൽ തന്നെ അത്യാവശ്യം നല്ല എൻവയോൺമെൻറ്റ്, ഫുഡും നല്ല ഫുഡാണ്. സീനിയേഴ്സ് ആണെങ്കിലും റാഗിങ് ഒന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ പഠിക്കാനും നമുക്ക് അവിടെ ഒരു സ്റ്റഡി ഹാൾ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ രീതിയിലും. അല്ല, ഇതിന് പുറത്ത്. അതെ അതെ, വോക്കബിൾ ഡിസ്റ്റൻസ്. ഹോസ്റ്റലിൽ ഒരു റൂമിൽ എത്ര പേരൊക്കെ ആയിരിക്കും? 4, 3, 4 പേരാണ് റൂമിൽ വരുന്നത്. 4 പേരേ ഉള്ളൂ. പ്രശ്നം നവരീത്, ഇവിടുത്തെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി ഒന്ന് പറയാം. മെൻസ് ഹോസ്റ്റൽ ആക്ച്വലി 2 ബ്ലോക്കായിരുന്നു ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്ലോക്കിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിൽ ഏകദേശം 180 ആൾക്കാർ വരെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റൂം വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ആക്ച്വലി ഒരു 3 ആൾക്കാർക്ക്, ആക്ച്വലി 4 ആൾക്കാർ വരെ നിൽക്കാം. പക്ഷെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് 3 4 അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ എണ്ണം വെച്ച് കൺജസ്റ്റഡ് അല്ല, എല്ലാവർക്കും ഉള്ള സൗകര്യം കാര്യങ്ങളെല്ലാം അതുകൊണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഇനിയും കുറെ കുട്ടികളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഹോസ്റ്റലിൽ. ഹോസ്റ്റലിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. അതായത് അവരുടെ വീട് വെച്ച് നോക്കുമ്പോൾ വീടും കോളേജ് വെച്ച് ഇടയിൽ ഡിസ്റ്റൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻകം നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ റിസർവേഷൻ. പക്ഷെ മെയിൻ ആയിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ അടുത്ത PGs അല്ലെങ്കിൽ ബാക്കി വരുന്ന പിള്ളേരെല്ലാം സ്റ്റുഡൻസ് എല്ലാം എന്ത് ചെയ്യും? ആക്ച്വലി PGs ആക്ച്വലി ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെയാണ് അത്യാവശ്യം PGs കാര്യങ്ങളൊക്കെ. മെൻസ് ഹോസ്റ്റലിലൂടെ അടുത്ത് തന്നെയാണോ? തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരം. പക്ഷേ ബസ് സർവീസ് അവൈലബിൾ ആണ് അങ്ങോട്ട്. അവിടെ നിന്ന് ബസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ബസ് പോകുന്നുണ്ട്. അല്ല, അപ്പൊ കോളേജിലേക്കുള്ള ഡേ സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കോളേഴ്സിനും ആക്ച്വലി ബസ് ഉണ്ട്. അതായത് പയ്യന്നൂർ ഭാഗം, അവിടെ തൊട്ടടുത്തുള്ള പയ്യന്നൂർ ഭാഗമാണെങ്കിൽ കണ്ണൂർ ഭാഗമാണെങ്കിലും അവിടെ നിന്നൊക്കെ ബസ് രാവിലെയും വൈകുന്നേരം അവൈലബിൾ ആണ്. അല്ല, അപ്പൊ ഈ ലൈൻ ബസ്സിൽ വരുന്നവരൊക്കെ ലൈൻ ബസ് അത് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇവിടം വരെ ബസ് ആക്ച്വലി എത്തും. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് ബസ് ആണെങ്കിലും ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പം നമുക്ക് ലൈൻ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് അത്ര വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അത് നേരെ കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിർത്തുക. ഇപ്പം കണ്ണൂർ പോകുന്ന വഴിയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ധർമ്മശാല അവിടെ തന്നെയാണ് നിർത്തുക. അതായത് നടക്കാനുള്ള ദൂരങ്ങൾ. ഓക്കെ. ഹലോ, എൻ്റെ പേര് അക്ഷയ്. ഞാൻ 3rd ഇയർ മെക്കാനിക്കലിൻ്റെ സ്റ്റുഡൻ്റാണ്. സുരക്ഷ റേസിംഗ് GCK എൻ്റെ വൈസ് ക്യാപ്റ്റനാണ്. നമ്മൾ 2nd ഇയറിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കൂടി ഇങ്ങനെ ഒരു റേസിംഗ് കാർ, അതായത് F1 മോഡൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ ബിൽഡ് ചെയ്ത് അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് നിൽക്കുന്ന കോമ്പറ്റീഷൻസിലെല്ലാം അറ്റൻഡ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിൽ വന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വന്ന കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് ഫോർമുല ഭാരത് പറഞ്ഞ ഒരു കോമ്പറ്റീഷനാണ്. കോയമ്പത്തൂർ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ 2nd ഇയറിൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെടുത്ത എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഇത്ര വലിയൊരു വണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര ബഡ്ജറ്റ് ആവുമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയുള്ള ഫണ്ടും കാര്യങ്ങളും എവിടുന്ന് കിട്ടും, എങ്ങനെ ഒപ്പിക്കുന്നു ഒന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. നമ്മളത് കോളേജിൽ അവതരിപ്പിച്ച ടൈമിൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഫുള്ള് സപ്പോർട്ടായിരുന്നു. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യ്, ബാക്കി നമുക്ക് എവിടുന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് അത് നമുക്ക് ക്ലിയർ ചെയ്ത് മുമ്പിലോട്ട് പോകാനില്ല സപ്പോർട്ടീവിലായിരുന്നു കോളേജിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യം കോമ്പറ്റീഷന് രജിസ്റ്റർ ചെയ്ത് വിട്ടു, ഫോർമുല ഭാരത് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ബാക്കിയുള്ള കോളേജസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇതെങ്ങനെ നമുക്ക് ഇവിടെ സക്സസ് ആക്കി എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കോളേജുമായിട്ട് റിലേറ്റഡ് ചെയ്ത് അവരെ വണ്ടികൾ നമ്മൾ കാണാൻ പോയി. അവരെ വണ്ടികൾ എങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ അവരെ കൊണ്ട് എടുപ്പിച്ചു. അങ്ങനെ നമുക്ക് ഒരു ഐഡിയ കിട്ടി. നമ്മളിത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. നമ്മൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ട് എവിടെ നിന്ന് വരുന്നതായിരുന്നു നമ്മളെ മെയിൻ പ്രശ്നം. നമ്മൾ അലുമിനിയസിനെ കോൺടാക്ട് ചെയ്തു. അലുമിനിയസിൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര ആവേശത്തോടെയായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തോ, ഫണ്ട് എത്ര ആയാലും കുഴപ്പമില്ല, നമ്മളത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ മാനേജ് ചെയ്ത് സപ്പോർട്ടാക്കി തരുന്നതെന്ന് അവർ പറഞ്ഞത്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു എനർജി പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്ത അത്രക്കും നമുക്കത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് അലുമിനിയസിൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അലുമിനിയസ് നമ്മളെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടി. നമ്മുടെ കോളേജിൽ തന്നെ അലുമിനിയസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, സിയാക്ക് എന്നാണ് പേര്. അപ്പോൾ സിയാക്കിൻ്റെ ഭാഗത്തു നിന്ന് ഫുള്ള് സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു വണ്ടി ഇവിടെ ഫുള്ളായിട്ട് വെക്കാൻ പറ്റിയത്. അലുമിനിയസിൻ്റെ സപ്പോർട്ടും കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലെത്തി.
പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലാബിലെ സ്റ്റാഫ് നമ്മൾ ഏത് ടൈമിൽ വന്ന് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അവർ നമ്മളോടൊപ്പം സപ്പോർട്ടീവായി നിന്ന് നമ്മളിൽ ഒരാളായി നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്യാമ്പസിൽ പൊളിറ്റിക്സ് ഉണ്ടോ? പൊളിറ്റിക്സ് ഉണ്ട്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ തന്നെയാണ് നമ്മളെ കോളേജിൽ. അതിലിപ്പോൾ ആർട്ട് ഫെസ്റ്റ് ആയാലും ഇപ്പോൾ ഫ്രഷേഴ്സ് വരുമ്പോൾ അവരുടെ പരിപാടികളായാലും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മളെ യൂണിയൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ യൂണിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു യൂണിയനാണ് നമ്മളെ കോളേജിൽ. നമുക്ക് ഇവിടുത്തെ അലുമിനി അസോസിയേഷനെ പറ്റി, ഈ സിയാക് ഇല്ലേ, സിയാക്കിനെ പറ്റി പറയുന്നുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാമോ? അതെന്താണ്? സിയാക് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷൻ കണ്ണൂർ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ തന്നെയാണ് അലുമിനീസിൻ്റെ. അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്? അലുമിനീസിൻ്റെ റീപ്ലേ എന്ന് പറഞ്ഞിട്ട് ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കോളേജിൽ നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ കോളേജിൽ വന്നിട്ട് കുട്ടികളുമായിട്ട് നേരിട്ട് ഇന്ററാക്ഷൻസ് വരെ നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1986 സ്ഥാപിതമായ നമ്മൾ ഈ കോളേജിലെ ഫസ്റ്റ് ബാച്ചിൽ അലുമിനീസ് വരെ കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കളക്ഷനിലുണ്ട്. ഓക്കെ ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. എല്ലാ കോളേജുകളിലും അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല. ഞങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഡയറക്ടേഴ്സാണ്, ഫൗണ്ടേഴ്സാണ്, കോ ഫൗണ്ടേഴ്സാണ്. ഞങ്ങൾ ടോട്ടൽ 4 പേര് ഇവിടെ ഉണ്ട്. അതിൽ 3 പേരായിട്ടുള്ള ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പാസ് ഔട്ടായി. ഇനി ഒരു കോ ഫൗണ്ടർ കൂടിയുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്നു. ഞങ്ങൾ ഒരു ഡീപ്പ് ടെക് ഫോക്കസ് ചെയ്തുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇവിടുത്തെ ഫെസിലിറ്റീസ്, ഇവിടുത്തെ പ്രിൻസിപ്പൾ, അതുപോലെ PTA വളരെ സപ്പോർട്ടീവാണ് ഞങ്ങൾക്ക്. അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റൂം കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി. പിന്നെ ബേസിക്കലി പറയാൻ എന്താണെന്നുള്ളത് വെച്ചാൽ ഇവിടുത്തെ അലൂമിനി സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. അതായത് നമ്മളെ അലൂമിനിയാണ് ബേസിക്കലി നമ്മളെ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ശരിക്കും പറഞ്ഞാൽ സഹായിച്ചത്. ഇപ്പം ഇവിടുത്തെ ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലാണ് നമ്മൾ ഓഫീസുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡീപ് ടെക് ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഡീപ് ടെക്കിന് പുറമെ ബേസിക്കലി നമ്മൾ സ്റ്റെം ട്രെയിനിങ്, അതുപോലെ തന്നെ സോഷ്യൽ റെലവൻസ് ഉള്ള ഏത് പ്രൊജക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ IEEE ഉണ്ട്, IST ഉണ്ട്, SA ഉണ്ട്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ഇപ്പോൾ പാസ് ഔട്ടായി ഇരിക്കുകയാണ്. ഓക്കെ, പറയാം. അതായത് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള IoT പോലെയുള്ള അല്ലെങ്കിൽ റോബോട്ടിക്സ് പോലെയുള്ള ഏരിയാസാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് 1-2 ദിവസമൊക്കെ ഡ്യൂറേഷൻ വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതല്ലാതെയുള്ള മാത്തമാറ്റിക്സ് പോലെയുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോർ ഏരിയാസ്, അതുപോലെ പ്രോഗ്രാം ലാംഗ്വേജുകൾ, പിന്നെ PCB ഡിസൈനിങ് പോലെയുള്ളത്, പിന്നെ അതുപോലെ ബ്ലെൻഡർ ആനിമേഷൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ഞങ്ങൾ ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. അത് കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനും കൊടുക്കാറുണ്ട്. കൾച്ചറൽ ക്ലബ്സ് പറയുമ്പോൾ ഇപ്പം ഫാഷൻ ക്ലബ്ബ് ഉണ്ട്, വിസ്റ്റോറ എന്ന് പറഞ്ഞൊരു ഫാഷൻ ക്ലബ്ബ് ഉണ്ട്. ഫാഷൻ ക്ലബ്ബ് അത്യാവശ്യം ആക്റ്റീവാണ്. നമ്മുടെ നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റാണ് നടക്കുന്നുണ്ടെങ്കിലോട് നമ്മളത് മൾട്ടി ഫെസ്റ്റ് എന്ന രീതിയിലാണ് ബ്രാൻഡ് ചെയ്യാറ്. അപ്പം അത് ബ്രാൻഡ് ചെയ്യുമ്പം ഓരോതായ രീതിയിൽ ഇവിടെ നിഫ്റ്റ് അടുത്തുണ്ട്. അപ്പം നിഫ്റ്റിനോട് വരെ കടപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നാഷണൽ ലെവൽ മൾട്ടി ഫെസ്റ്റിൽ നമ്മളെ കോളേജിലെ ഫാഷൻ ക്ലബിനായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എക്സാക്ട്ലി ഓർമ്മയില്ല, പക്ഷേ നമ്മളെ കോളേജിൻ്റെ അത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ എല്ലാ ഇവൻറ്റ്സിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അവർ എക്സിക്കോം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ നോൺ കൾച്ചറൽ ക്ലബ്ബായിട്ട് വേറെ റാപ്സോഡി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ട്. അപ്പം മ്യൂസിക് ക്ലബ്ബും അത്യാവശ്യം നല്ല രീതിയിൽ ബാൻഡ് അത്യാവശ്യം നമ്മുടെ കോളേജിലെ എല്ലാ ഇവൻറ്റ്സിലും ഓർ തന്നെയാണ് അധികം പെർഫോം ചെയ്യാറ്. അതുപോലെ തന്നെ ഓർ പുറത്ത് പോയി പെർഫോം ചെയ്യാറുണ്ട്. അതായത് വേറെ കോളേജിലെ ഇവൻറ്റ്സിലും ഓർ പോയി പെർഫോം ചെയ്യാറുണ്ട്. അപ്പം അത്യാവശ്യം അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലും. അതുപോലെ ADC എന്ന് പറഞ്ഞൊരു ഡാൻസ് ക്ലബ്ബ് കൂടെ ഉണ്ട്, ADC ആർട്ട് ആൻഡ് ഡാൻസ് ക്ലബ്ബ്. ഓറും അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തു പോയി വർക്ക് ചെയ്യാറുണ്ട്. നമ്മളെ കോളേജിലെ എല്ലാ ഇവൻറ്റ്സിലും ഓർ നല്ലോണം പെർഫോം ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് പെർ ഇയറിൽ 400ഓളം ആൾക്കാരുണ്ടാവും. മൊത്തം ഒരു 1200ഓളം ആൾക്കാരും പഠിക്കുന്നുണ്ടാവും. പിന്നെ MTech ഉണ്ട്. അപ്പം അത് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. മറ്റ് കോളേജുകളിൽ നിന്നും GCE കണ്ണൂരിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസിന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനേക്കാളും താല്പര്യം ഒരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവോ അതല്ല എങ്കിൽ ഒരു ഹയർ സ്റ്റഡീസോ ആണ്.
മറ്റൊരു കോളേജിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.